ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 30 വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ ദിനം. യോനായുടെ മൂത്ത പുത്രനായ അന്ത്രയോസ് ഗലീലയിൽ ബെത്സേദായിൽ ജനിച്ചു. പത്രോസ് ശ്ലീഹായുടെ ജ്യേഷ്ഠനാണ് അന്ത്രയോസ്. രണ്ടുപേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി. വേദക പുസ്തകങ്ങളിൽ അന്ത്രയോസ് ശ്ലീഹായുടെ ചിത്രം തുച്ഛമായിട്ടേ ഉള്ളൂ. ഒരു ദിവസം ഈശോയുടെ കൂടെ താമസിച്ചതിന് ശേഷമാണ് അന്ത്രയോസ് ഈശോയുടെ ശിഷ്യനായത്. അനന്തരം അദ്ദേഹം അനുജനെ കണ്ടപ്പോൾ ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പെന്തക്കോസ്തായ്ക്കു ശേഷം അന്ത്രയോസ് പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അക്കായിൽ പാത്ര എന്ന സ്ഥലത്ത് വെച്ച് അന്ത്രയോസിനെ ആദ്യം പ്രഹരിപ്പിക്കുകയും അതിനുശേഷം എക്സ് പോലെ ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും ചെയ്തു. കുരിശിൽ കടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ, എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? ഇതാ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ചു ദിവ്യഗുരുവിനെ എന്നെ സമർപ്പിക്കുക. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ. 2 ദിവസം ജീവനോടെ അദ്ദേഹം കുരിശിൽ കിടന്നു. അടുത്തു വന്നവരോട് തൻ്റെ പീഡകൾ കുറിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായെ ദൈവസ്നേഹത്തിൻ്റെ സംവാഹികരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി.